ഇവിടെ ഇപ്പോഴും ആശാവർക്കർമാരുടെ സമരം തുടരുകയാണ്. ഞാൻ ആദ്യം മുതലേ പറഞ്ഞതുപോലെ ഏത് ജനവിഭാഗത്തിൻ്റെയും സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തള്ളിപ്പറയുന്ന നിലപാട് സ്വീകരിക്കാറില്ല. ആശാവർക്കർമാർ ഇപ്പോൾ ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലുടനീളം ശക്തിയായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തി വരികയാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് രൂപം കൊണ്ട മഴവിൽ സഖ്യം, അത് എല്ലാവർക്കും അറിയുന്നതാണ്. BJP, RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗവും ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ലീഗും കോൺഗ്രസും എല്ലാം ഉൾക്കൊള്ളുന്ന UDF, ഇതെല്ലാം ചേർന്നുകൊണ്ട് SECI മുൻനിർത്തി ആശാവർക്കർമാരുടെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയ ഉള്ളടക്കത്തോടുള്ള സമരത്തെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആശാവർക്കർമാരുടെ സമരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും കേരളത്തിലായാലും ഇന്ത്യയിൽ എവിടെയായാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് നടക്കേണ്ടുന്ന ഒരു സമരമാണ്. ആ സമരത്തെ ആരും യഥാർത്ഥത്തിൽ തള്ളി പറയേണ്ട കാര്യമില്ല. ഇവിടെ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി ഈ കാര്യം നിർവഹിച്ചുകൊണ്ടിരിക്കാൻ SECIയെ മുൻനിർത്തി ഈ ഗവൺമെൻറ് വിരുദ്ധ മഴവിൽ സഖ്യം എല്ലാ വർഗീയ ശക്തികളും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രക്രിയയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ടും INTUC അതിൻ്റെ ഭാഗമാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ INTUCക്കെതിരായിട്ടുള്ള ശക്തിയായ കടന്നാക്രമം ഇപ്പോഴും പത്രങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. തീർച്ചയായും ശരിയായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ നിലപാടും സ്വീകരിക്കുന്നതിന് പകരം ഇവിടെയാണ് എല്ലാം ചെയ്യേണ്ടത്. കേന്ദ്രത്തിനെതിരായിട്ടൊരു അക്ഷരം മിണ്ടാതെ കേന്ദ്ര മന്ത്രിമാരെ സ്വീകരിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേശവ്യാപകമായിട്ട് നടക്കേണ്ടുന്ന ഒരു കേന്ദ്രവിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കണ്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിക്കണം എന്നാണ് അത് സംബന്ധിച്ച് പറയുന്നത്.